ടീമിൻ്റെ കൂടെ എങ്ങനെ നമ്മുടെ സായുടെ ടീം വന്നു അല്ലേ? അതായത് ഈക്വലി എല്ലാവർക്കും നിൽക്കുകയാണ് സ്കോർ. ഇപ്പോൾ ആ ഒരു ടാസ്ക് കഴിഞ്ഞ ശേഷം എല്ലാവരും ഈക്വൽ സ്കോറായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ പേരിൽ നമ്മുടെ ബിഗ് ബോസ് പറയുകയുണ്ടായി, നിങ്ങൾക്ക് അതായത് പവർ ടീമുകാർക്ക് ചൂസ് ചെയ്യാം ഏത് ടീമുമായിട്ട് നിങ്ങൾക്ക് മത്സരിക്കണമെന്ന്. അപ്പോൾ അവർ എന്തായാലും ഗബ്രിയുടെ ആ ഒരു ടീം എടുക്കത്തില്ല. പിന്നെ ജാസ്മിൻ്റെ ടീം, ജാസ്മിൻ ഒഴിച്ച് ബാക്കി 3 പേരും ഈ ഒരു പവർ ടീമുമായിട്ട് ബന്ധമുള്ളവരാണെങ്കിൽ പോലും ജാസ്മിൻ ആ ഒരു ടീമിലുണ്ട്. മാത്രമല്ല ഈ ജാസ്മിൻ ഒഴിച്ച് ബാക്കി 3 പേരും ഈ പ്രാവശ്യത്തെ നോമിനേഷനുണ്ട്. അപ്പോൾ അതിലാരെങ്കിലും ഒക്കെ ഔട്ടായി പുറത്തേക്ക് പോയാൽ ആ ടീമിലേക്ക് ഒരാളെ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ആ ഒരു ഓപ്ഷനിലേക്ക് ചിലപ്പോൾ ജാസ്മിൻ ഗബ്രിയോ അല്ലെങ്കിൽ റസ്മിനെയോ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അത് തടയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടീമിനെ എടുക്കാത്തത്. പകരം ഇപ്പോൾ എടുത്തിരിക്കുന്ന സായുടെ ടീമിനെയാണ് കേട്ടോ. അതായത് സായുടെ ടീമാകുമ്പോൾ അതിൽ നന്ദനയുണ്ട്, പിന്നെ സായുണ്ട്, അഭിഷേക്, ശ്രീകുമാർ. ഇവർ 3 പേരും സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഗബ്രിക്കും ജാസ്മിനെതിരെ നിൽക്കും. പിന്നെ അഭിഷേക്, ജയദീപും പിന്നെ നോറയും ഉണ്ട്. നോറയും വലിയ കുഴപ്പമില്ല, പക്ഷേ ഇവർ ഉദ്ദേശം അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നില്ലെങ്കിലും ബാക്കി 3 പേരും സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ അത് ഇവർക്ക് ഇപ്പോഴത്തെ പവർ ടീമുകാർക്ക് അത് ബെനിഫിറ്റ് ആയിരിക്കും. മാത്രമല്ല എന്തെങ്കിലും ഒരു നോമിനേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ സിബിനുമായിട്ട് ആ ഒരു ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഗെയിം കളിക്കുകയോ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് സായുടെ ടീമിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് അവരുടെ പ്രൈവറ്റായിട്ട് ചർച്ച ചെയ്ത് ഇങ്ങനെയാണ്. പക്ഷേ ഇവർ പൊതുവേ നിന്ന് പറഞ്ഞത് ഗബ്രിയുടെ ടീം ഇപ്പോൾ കുറേ നാളുകൊണ്ട് പവർ ടീമിലേക്ക് വരുന്നു. മാത്രമല്ല അവരിപ്പോൾ കുറേ നാളായി നോമിനേഷൻ വന്നിട്ട്, അതുകൊണ്ട് തന്നെ ഇവരൊക്കെ നോമിനേഷനിലേക്ക് വരണം. അതുകൊണ്ട് അവർ ഈ ഒരു പവർ ടീമിലേക്ക് വരേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഗബ്രിയുടെ കയ്യിൽ അധികാരം കിട്ടി ഗബ്രി അത് ദുരുപയോഗം ചെയ്യും. അതുപോലെ തന്നെ ജാസ്മിൻ ടീമിൽ പറയുന്നത് അതുപോലെ തന്നെയാണ്. ജാസ്മിൻ്റെയും ഈ ബാക്കിയുള്ളവർക്ക് നോമിനേഷനുണ്ട്, അത് ഈ പവർ ടീമിനെ ബാധിക്കുക എന്നൊക്കെ രീതിയിലാണ് പറയുന്നത്. പിന്നെ എടുക്കുന്നത് സായുടെ ടീമിനെയാണ്. അപ്പം സായുടെ ടീമിനെ എടുക്കാൻ അവർക്ക് ഓപ്ഷൻ ഉണ്ട് എന്ന രീതി കാണിക്കുകയാണ്. പക്ഷേ അവർ റിയൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഗെയിം തന്നെയാണ്. കാര്യം സായുടെ ടീം വന്നാൽ ഇവർക്ക് ബെനിഫിറ്റ് ആയിരിക്കും.